ഹിന്ദു മതവിശ്വാസപ്രകാരം ഹനുമാൻ ശനിദേവന്റെ സംരക്ഷകനല്ല, മറിച്ച് ശനിദേവൻ ഹനുമാന്റെ ഭക്തരെ ഉപദ്രവിക്കില്ല എന്ന് വാഗ്ദാനം ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നു. ഇതിന് പിന്നിൽ പല ഐതിഹ്യങ്ങളുമുണ്ട്. ഒരു പ്രശസ്തമായ കഥയനുസരിച്ച് രാവണൻ ശനിദേവനെ തടവിലാക്കിയിരുന്നു. സീതയെ അന്വേഷിച്ച് ലങ്കയിലെത്തിയ ഹനുമാൻ ശനിദേവനെ രാവണന്റെ തടവിൽ നിന്ന് മോചിപ്പിച്ചു. ഇതിൽ സന്തുഷ്ടനായ ശനിദേവൻ ഹനുമാനോട് ഒരു വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. തന്റെ ഭക്തരെ ശനിദോഷങ്ങളിൽ നിന്ന് മുക്തരാക്കണം എന്നായിരുന്നു ഹനുമാന്റെ ആവശ്യം. ശനിദേവൻ ഇത് സമ്മതിക്കുകയും ചെയ്തു. മറ്റൊരു ഐതിഹ്യം അനുസരിച്ച് ശനിദേവന്റെ ദൃഷ്ടി പതിഞ്ഞാൽ എല്ലാവർക്കും കഷ്ടപ്പാടുകൾ ഉണ്ടാകുമെന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. ശനിദേവൻ ഹനുമാന്റെ മേൽ തന്റെ ദൃഷ്ടി പതിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഹനുമാൻ തന്റെ വാലിൽ ശനിദേവനെ ചുറ്റിക്കെട്ടി. ഇത് ശനിദേവന് കഠിനമായ വേദനയുണ്ടാക്കി. ഒടുവിൽ ഹനുമാന്റെ ശക്തിയിൽ അത്ഭുതപ്പെട്ട ശനിദേവൻ തന്നെ മോചിപ്പിച്ചാൽ ഹനുമാന്റെ ഭക്തരെ ഒരിക്കലും ഉപദ്രവിക്കില്ലെന്ന് വാഗ്ദാനം ചെയ്തു. ഈ ഐതിഹ്യങ്ങൾ കാരണം ശനിദോഷങ്ങൾ അകറ്റാൻ ഹനുമാനെ ആരാധിക്കുന്നത് ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഹനുമാൻ ശനിദേവനെ സംരക്ഷിക്കുന്നതിനേക്കാൾ ഹനുമാനെ ആരാധിക്കുന്നവരെ ശനിദോഷങ്ങളിൽ നിന്ന് ശനിദേവൻ സംരക്ഷിക്കുന്നു എന്നതാണ് പൊതുവായ വിശ്വാസം.